എന്താ പറയുക, ഒരു പത്രക്കുറിപ്പാണ്. അത് പുള്ളി ഇങ്ങനെ നിരന്തരമായിട്ട് ഇതിനെക്കുറിച്ച് സൂചിപ്പിച്ചിരുന്നു. അതുകൊണ്ട് ഞാൻ എടുത്തതേ ഉള്ളൂ. എൻ്റെ ഒരു പോസ്റ്റ് ഞാൻ ഇന്ന് എഴുതിയിരുന്നു, അന്ന് അതിനകത്തും ഇതിനെക്കുറിച്ച് സംസാരിച്ചിരുന്നു. സോ അതോടൊപ്പം തന്നെ ഇതിനകത്ത് പറയുന്ന ഇത്രയേ ഉള്ളൂ. ഈ ഗാസയിൽ നെതന്യാഹു ബോംബിട്ട് ചിതറിച്ചുകൊണ്ടിരുന്ന 10,000-കണക്കിന് സ്ത്രീകളുടെയും കുഞ്ഞുങ്ങളുടെയും പ്രാണനുകളെ കുറിച്ച് ആരെങ്കിലും സങ്കടപ്പെട്ടു കണ്ടാൽ ചിലരിൽ നിന്നുയരുന്ന കുൽസിതമായ ചോദ്യം നിങ്ങളും കേട്ട് കാണും. ഓഹ്, എന്താണ് അതെന്താ യുക്രൈനിലും സുഡാനിലും മരിച്ചു വീഴുന്ന ആയിരങ്ങളെ കുറിച്ച് നിങ്ങൾക്ക് കണ്ണീരില്ലാത്തത്? അപ്പൊ ഇങ്ങനെ ഒരു ചോദ്യം പലരും ചോദിക്കും. അതായത് എന്തുകൊണ്ടാണ് നിങ്ങൾ ഈ മതപ്പണി എടുക്കുന്നത്? മതം നിങ്ങളെ എന്തുകൊണ്ട് നട്ടല്ല വളച്ച് നടറോഡിലൂടെ നടത്തിക്കുന്നു? നിങ്ങളെ കൊണ്ട് എഡിറ്റോറിയലുകൾ എഴുതിപ്പിക്കുന്നു, നിങ്ങളെ കൊണ്ട് പോസ്റ്റുകൾ ഇടിപ്പിക്കുന്നു, നിങ്ങളെ കൊണ്ട് ഗദ്ഗതം അങ്ങനെയൊക്കെയുള്ള വാക്കുകൾ ഉണ്ടല്ലോ അല്ലെ, അല്ലെങ്കിൽ പേര് വിളിപ്പിക്കുന്നു, കരയിപ്പിക്കുന്നു. ഒരിക്കലും ഈ പരിപാടികളൊക്കെ നിങ്ങളെ കൊണ്ട് എന്തുകൊണ്ട് ചെയ്യിക്കുന്നു? നിങ്ങൾ എന്തുകൊണ്ടാണ് സെലക്റ്റീവ് ആണ്, എന്തുകൊണ്ട് ടാർഗറ്റഡ് ആണ് എന്നൊരു നിങ്ങളുടെ കണ്ണുനീർ ടാർഗറ്റഡ് ടീയേഴ്സും സെലക്റ്റീവ് ഗ്രീഫും എന്തുകൊണ്ട് വരുന്നു എന്നൊരു ചോദ്യം ചോദിക്കാറുണ്ട് എന്നാണ് ഈ എഡിറ്റോറിയലിൽ പറയുന്നത്. അപ്പൊ അതിന് കാരണം നിങ്ങളും കേട്ട് കാണും ഇങ്ങനെ ചോദിക്കുന്നു എന്ന് പറഞ്ഞാൽ, ചോദിക്കുന്നവർ വളരെ, ഇനി ബാക്കി പറയുന്നത്, ചോദിക്കുന്നവർ വളരെ അധമരാണ് എന്നാണ് ഇതിന്റെ. അതായത് ഷൂട്ട് ദ മെസ്സഞ്ചർ എന്നൊക്കെ പറയുന്നു. ആരോപണം നേരിടുകയല്ല, ആരോപണം ഉന്നയിക്കുന്നവർ മോശം മനുഷ്യരാണെന്ന് സ്ഥാപിക്കുകയാണ് ഈ എംപതി കിങ്സ് പൊതുവിൽ ചെയ്യുന്ന ഒരു കാര്യം. അവരാണ് ഈ മനുഷ്യരോട് ചെന്നിട്ട് മനുഷ്യരാണോ എന്ന് ചോദിക്കുന്ന ഒരു മാനവികത. അതൊരു ഭയങ്കരമായിട്ട് മാർക്കറ്റുള്ള ഒരു സാധനമാണ്. ഈ മോറൽ എലീറ്റിസം എന്ന് പറയും. അത് ഒരുമാതിരി സത്യസന്ധത ഉള്ളവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷെ അത് മറിച്ചാണെങ്കിൽ വലിയ പ്രശ്നമില്ല. അപ്പൊ അതിനകത്ത് എഴുതി, നിങ്ങൾക്ക് വായിക്കാൻ പറ്റുമെന്നറിയില്ല. അപ്പോൾ ആയിരങ്ങളെ കുറിച്ച് നിങ്ങൾക്ക് കണ്ണീരില്ലാത്തത്. ഇൻസ്റ്റയിലും FBയിലും എക്സിലും മാത്രമല്ല, കൊച്ചു കൊച്ചു വാട്സപ്പ് കൂട്ടങ്ങളിലും ഈ ചോദ്യം ഭണമുയർത്തുന്നു. പെട്ടെന്ന് ലോകത്തിന്റെ മുഴുവൻ വേദനകൾ ഒരേപോലെ പരിഗണിക്കുന്ന നന്മയും സതുദ്ദേശവുമാണ് ഈ ഫണപ്പരപ്പിൽ ഋഷിത്വത്തിന്റെ ചുരുക്കെഴുത്ത് പോലെ തെളിയുന്ന ഋകാരം എന്ന് തോന്നാം. ഒന്നുമില്ല, കുറെ വാക്കുകൾ കൂട്ടി അടിച്ചിട്ടുണ്ട്. സംഗതി ഇത്രേ ഉള്ളൂ. നിങ്ങൾ വിചാരിക്കും ഇവരിങ്ങനെ ചോദിക്കുന്ന ഇവർക്ക് ഭയങ്കര മനുഷ്യത്വവും ഭയങ്കര ഭൂതദയയും അനുകമ്പയും അലിവും ഒക്കെ ഉള്ളവരാണ് എന്ന് നിങ്ങൾക്ക് തോന്നാം. എന്നാൽ അങ്ങനെയൊന്നും അല്ല എന്നാണ്. ബാക്കി ഇതേ കണക്ക് കുറെ ഈ പുഴുങ്ങിയ മലയാളം ഇങ്ങനെ കുറെ സാധനമുണ്ട്. ഇതിനകത്ത് പറയുന്ന ഇത്രയും കാര്യമുള്ളൂ. അവർക്കാർക്കും യഥാർത്ഥത്തിൽ അവർ ഈ യുക്രൈനെ കുറിച്ചോ അല്ലെങ്കിൽ മറ്റു നടക്കുന്ന നരഹത്യകളെ കുറിച്ചോ കുട്ടികളെ കുറിച്ചോ ഒന്നും യാതൊരു ചിന്തയും ഇല്ലാത്ത ശിലാഹൃദയരായ മനുഷ്യരാണ്. അവരിൽ മനുഷ്യത്വം വളരെ കുറവാണ്. അവരിൽ യഥാർത്ഥത്തിൽ ഈ വംശീയ വെറിയും വംശീയ വെറിയും പിന്നെ ഇങ്ങനെ കുറെ വാക്കുകളുണ്ട്. ഇതൊക്കെയാണ് അവരിലുള്ളത്. അവരാണ് നമ്മളുടെ ഈ വളരെ പേലവമായ, സ്നിഗ്ധമായ, മൂർത്തമായ, ഡാഷായ വികാരങ്ങളെ നോക്കി വളരെ മോശമായി സംസാരിക്കുന്നത്. എന്തു ലോകം! അപ്പോൾ ഏതെങ്കിലും ഒരിടത്ത് മാത്രം, ഇനി ബാക്കി ഇങ്ങനെ കുറെ സംഗതികളുണ്ട്. എന്താണ് അവർ വേറെ എന്ന് തോന്നിപ്പിക്കുന്ന ആ വംശീയ വിദ്വേഷമുണ്ടല്ലോ, അത് തന്നെയാണ് വംശഹത്യയെ പെറുന്ന തള്ള. തീരത്തടിഞ്ഞ് ഹതാശരായി കിടക്കുന്ന നക്ഷത്ര മത്സ്യങ്ങളിലെ ഒരു ദയാലു പെറുക്കി കടലിലേക്ക് തിരിച്ചുവിടുകയായിരുന്നു. അതിലേ വന്ന ദോഷക ദൃക്ക് പൂച്ഛത്തോടെ ചോദിച്ചു, ലോകത്തെ മുഴുവൻ കടൽ തീരങ്ങളിലും ലക്ഷക്കണക്കിന് നക്ഷത്ര മത്സ്യങ്ങൾ അടിഞ്ഞു കയറി ചാകുന്നുണ്ട്. ഈ ഒരു തീരത്തെ ഏതാനും നക്ഷത്ര മത്സ്യങ്ങളെ കടലേക്ക് തിരിച്ചിട്ട് എന്തു പ്രയോജനം? ഇതൊക്കെ സത്യം പറഞ്ഞാൽ ഈ ഒരു മിനിമം നമ്മൾ സാഹിത്യം എഴുതി വെക്കുമ്പോൾ ഈ സാഹിത്യത്തിനൊരു യുക്തിയുണ്ട്. അത് ഈ പൊയറ്റിക് ജസ്റ്റിസ് തൊട്ടുള്ള എല്ലാ സാഹിത്യ സങ്കേതങ്ങളിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ സാഹിത്യത്തിന്റെ ഒരു യുക്തിയുണ്ട്. അത് സാധാരണ അതിൽ സയൻസിന്റെ യുക്തിയല്ല, വ്യവഹാരത്തിന്റെ യുക്തിയല്ല, സാഹിത്യത്തിനൊരു യുക്തിയുണ്ട്. അപ്പൊ നമ്മളൊരു കാര്യം, ഒരു ആശയം പ്രതിഫലിപ്പിക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഫോമാണ് ശരിക്കും ഈ ലാംഗ്വേജ് എന്ന് പറയുന്ന ഒരു ഫോമാണ്, സബ്സ്റ്റൻസ് അല്ല. അപ്പൊ ഈ ഫോമിന് ഒരു എന്താ പറയുന്ന അതിനൊരു പൊരുത്തം ആവശ്യമാണ്. മിനിമം ഭാഷയിൽ പറഞ്ഞാൽ പൊരുത്തം ആവശ്യമാണ്. ഇത് ഉദ്ദേശിക്കുന്നത് ഒരു മീനെ എടുത്ത് കരയിൽ
വീണുപോയ ഒരു മീനെ എടുത്ത് കടലിലേക്ക് ഇടുന്ന ഒരാളെ നോക്കി ഒരു ദോഷക ദൃക്ക് അവിടെ വരികയാണ്. അയാൾ പുച്ഛമുള്ള ആളാണ്, അയാൾ ലോകത്തെ ഏറ്റവും മോശം വികാരങ്ങളുടെ ആളാണ്. അയാൾ ചോദിക്കുകയാണ്, ഇതിനെ എടുത്തിട്ടാൽ എല്ലാ കടൽ തീരങ്ങളിലും ഇങ്ങനെ അടിയുന്നില്ല, നിങ്ങൾ അതൊന്നും ചെയ്യുന്നില്ലേ? ഇത് എന്തിനാ കമ്പയർ ചെയ്യാനാണെന്നറിയോ? ഗാസയില് മനുഷ്യർ മരിക്കുന്നതിന് കുതിരിച്ച് കഫിയെ ചുറ്റി മറ്റു മനുഷ്യരെ നോക്കി നീ മനുഷ്യനാണോടാ എന്ന് ഇവിടെ കിടന്ന് അലറി വിളിക്കുകയും ചാനൽ മുറികളിലും സൈബർ ഇടങ്ങളിലും പൊട്ടിത്തെറിക്കുകയൊക്കെ ചെയ്യുന്ന ആളുകൾ സ്വയം ന്യായീകരിക്കാൻ പറയാണ്, ഞങ്ങൾ കടൽ തീരത്ത് നിന്ന് ഒരു മീനെ എടുത്ത് അങ്ങോട്ട് ഇട്ടതേ ഉള്ളൂ. അപ്പൊ ഇവന്മാര് വന്ന് ചോദിക്കുകയാണ്, എല്ലാ കടൽ തീരങ്ങളും നിങ്ങൾ മീനെ എടുത്തിടുമോടാ? അതാണ് ചോദ്യം. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ കടൽ തീരം നിങ്ങളുടെ അടുത്ത കടൽ തീരത്തായിരിക്കുമല്ലോ നിങ്ങൾ പോയത്. ഈ അടുത്ത കടൽ തീരങ്ങളിലൊക്കെ ഇങ്ങനെ മീൻ പോയപ്പോൾ നിങ്ങൾ ഇട്ടിട്ടുണ്ടായിരുന്നു. ഗാസ എന്തായാലും നിങ്ങളുടെ അടുത്ത ഒരു കടൽ തീരമൊന്നുമല്ല. വളരെ കൃത്രിമമായിട്ടുള്ള ഒരു സംഗതി ഉണ്ടാക്കി വെക്കുകയാണ്. അതിനകത്തൊരു 10 പൈസയുടെ ലോജിക്കോ അല്ലെന്നുണ്ടെങ്കിൽ എന്താണ് പറയാൻ ഉദ്ദേശിച്ചത് അതിനനുസരിച്ചുള്ള ഒരു ഭാഷയോ ഒന്നുമല്ല. അപ്പൊ സംഗതി ഇത്രേ ഉള്ളൂ, ഗാസ മാത്രം പറയുന്നത് കൊണ്ട് മറ്റനോട് ഇല്ല എന്നില്ല. ഓക്കെ, ഇല്ല എന്നില്ല. അതിന് ഇത് കുറ്റപ്പെടുത്തുന്നവരെല്ലാം ലോകത്തെ ഏറ്റവും മോശം മനുഷ്യരാണ്. അവർക്ക് ആരോടും ഒരു അനുകമ്പയും ദൈവമൊന്നും ഇല്ല. അവരാകെ വർഗീയമായി ചിന്തിക്കുന്നവരാണ്. ഞാനാണെങ്കിൽ മാലാക കുഞ്ഞാണ്, നക്ഷത്ര മത്സ്യത്തിന് ജനിച്ച മാലാക കുഞ്ഞാണ് എന്നാണല്ലോ ഈ കഥാകാരൻ പറഞ്ഞു വെക്കുന്നത്. ഇത് മോറൽ എലീറ്റിസം എന്ന് പറയും. മോറൽ എലീറ്റിസം എന്ന് പറയാൻ ഞാനൊരു വലിയ സംഭവമാണ്, വിശിഷ്ട ഗുണങ്ങളുടെ വിളനിലമാണ്, ഞാൻ എമ്പതി കിങ് ആണ്, എൻ്റെ എല്ലാ സമസ്ത ദ്വാരങ്ങളിലൂടെയും ഇങ്ങനെ അനുകമ്പയും അലിവും ഇങ്ങനെ ഒലിച്ചിറങ്ങുന്ന ഒരു വ്യക്തിയാണ്, ഈ ഭേദചിന്തയില്ലാത്ത ആളാണ്. പക്ഷെ നോക്കൂ, കുറെ മനുഷ്യർ അങ്ങനെയൊന്നുമല്ല. അവർ വളരെ നീചമായി ചിന്തിക്കുന്നു. അവർ നമുക്കെതിരെ നമ്മളെ കല്ലുപെറുക്കി എറിയുന്നു. എത്ര മോശം മനുഷ്യരാണ് അവർ. സ്വന്തം ഭാഗത്ത് വന്ന ഒരു വീഴ്ച ആരെങ്കിലും ചൂണ്ടിക്കാണിക്കുമ്പോൾ അവരെ അധിക്ഷേപിച്ചുകൊണ്ട് രക്ഷപ്പെടുക എന്ന് പറയുന്നത്, ശുദ്ധ മലയാളത്തിൽ പറഞ്ഞാൽ അതിനൊരു വാക്കുണ്ട്, അത് ഞാൻ ഇവിടെ പറയുന്നില്ല. അങ്ങനെയല്ല വേണ്ടത്. നിങ്ങൾ നല്ലവരാണെങ്കിൽ നിങ്ങൾ എല്ലാവരോടും നല്ലവരായിരിക്കണം. നിങ്ങളൊരു പ്രകാശമാണെങ്കിൽ ആ പ്രകാശം സർവ്വദിക്കിലും വ്യാപിക്കണം. അല്ലാതെ ഞാൻ ആ മൂലയ്ക്ക് മാത്രമേ എൻ്റെ പ്രകാശം ചെല്ലൂ എന്ന് പ്രകാശം പറയുന്നുവെങ്കിൽ ആ പ്രകാശത്തെ പ്രകാശം എന്ന് വിളിക്കണോ എന്നുള്ളവർ മറ്റുള്ളവർ തീരുമാനിക്കും. അത് നിങ്ങൾ അനുവദിച്ചു കൊടുക്കുക. അത്രയെങ്കിലും അലിവുണ്ടായിരിക്കുക. നിങ്ങൾ വേറെ അടുത്തും അകലെയുമുള്ള മുന്നേയും പിന്നെയുമുള്ള സമാനമായ സാഹചര്യങ്ങൾ ഒന്നും തന്നെ യാതൊരുവിധ ഈ പറയുന്ന ബഹളങ്ങൾ നിങ്ങൾ ഉണ്ടാക്കിയിട്ടില്ല എന്നുള്ളത് കൊണ്ടാണ് ആളുകൾ നിങ്ങളോട് ചോദിക്കുന്നത്. അപ്പൊ നിങ്ങൾ അതിനെന്താണ് മറുപടി പറയേണ്ടത്? നിങ്ങൾ ഈ പറയുന്നവരെ അധിക്ഷേപിച്ചുകൊണ്ടാണോ? അവരെ കൂക്കി വിളിച്ചുകൊണ്ടാണോ? അവരിൽ എമ്പതി ഇല്ല, അവരിൽ മനുഷ്യത്വമില്ല എന്ന് പറഞ്ഞുകൊണ്ടാണോ? ഒരാളില് ഈ മനുഷ്യനായ ഒരു വ്യക്തിയോട് സ്വാഭാവികമായിട്ട് നമ്മളെല്ലാം ഒരു സ്പീഷീസ് ആണ്, അങ്ങനെ ഒരു ബോധമാണ് ആദ്യം ഉണ്ടാവേണ്ടത്. ആർക്കെങ്കിലും എന്തെങ്കിലും എമ്പതി കുറവാണെങ്കിൽ, എമ്പതി ഇപ്പൊ നമ്മളൊരു ഇപ്പൊ ഈ ഓട്ടിസത്തിന്റെ തന്നെ സ്പെക്ട്രം എടുത്തു കഴിഞ്ഞാൽ എല്ലാ സാധാരണ നോർമൽ മനുഷ്യർ പോലും അതിന്റെ എവിടെങ്കിലും വരുന്നവരാണ്. അപ്പം മറ്റുള്ളവരോടുള്ള എമ്പതി അല്ലെങ്കിൽ സഹകരണ മനോഭാവം, സോഷ്യൽ സെൻസ് ഒക്കെ കുറഞ്ഞ മനുഷ്യർ ഒരുപാടുണ്ട്. അവരെ നോക്കി പരിഹസിക്കുക എന്ന് പറയുന്നത് ബോഡി ഷെയ്മിങ്ങിന്റെ ഒക്കെ അല്ലെന്നുണ്ടെങ്കിൽ മെന്റൽ ഷെയ്മിങ്ങിന്റെ ഒക്കെ പരമാവധിയാണ്. അതൊക്കെ ഒരുമാതിരി നിലവാരം ഉള്ളവർ ചെയ്യാറില്ല എന്ന് നമ്മൾ ചെയ്യരുത് എന്ന് നമ്മൾ ആഗ്രഹിക്കും. ചെയ്യാറില്ലെന്നൊന്നും ഞാൻ പറയില്ല, നമ്മൾ അങ്ങനെ ആഗ്രഹിക്കും. ഈ മാനവികതയാണ് നമ്മൾ മുന്നോട്ട് വെക്കുന്നെങ്കിൽ, മനുഷ്യത്വമാണെന്നുണ്ടെങ്കിൽ അതെല്ലാവരോടും തോന്നണം. അത് ഈ പറയുന്ന മനുഷ്യരോടും തോന്നണം. നിങ്ങൾ ഈ പറയുന്ന നിങ്ങളുടെ ക്ലെയിമാണ് നിങ്ങൾക്ക് എമ്പതി കൂടുതലുണ്ട്, മാനവികത കൂടുതലുണ്ട്, അതിന് യാതൊരു തെളിവും ഇല്ല എന്ന് മാത്രമല്ല, തെളിവുകളെല്ലാം എതിരായി നിൽക്കുന്നവയാണ്, എതിർ തെളിവുകളാണ് ഉള്ളത്. പക്ഷെ പോട്ടെ, നിങ്ങളെ ഒരു ക്ലെയിം, നിങ്ങളൊരു ആഗ്രഹം അല്ലെങ്കിൽ അത്യാഗ്രഹം നടക്കട്ടെ. പക്ഷെ എന്ന് വെച്ച് നിങ്ങൾ മറുപക്ഷത്തെ മോശമായി ചിത്രീകരിച്ചുകൊണ്ട് അതിൽ നിന്ന് രക്ഷപ്പെടുക എന്ന് പറയുന്നത് ഒട്ടും ശരിയായൊരു കാര്യമല്ല. ഈ ഒരു ചോദ്യം വളരെ കൃത്യമായിട്ടുണ്ടാവും. അത് സോഷ്യൽ മീഡിയയിലായാലും പുറത്തായാലും ഉന്നയിക്കപ്പെടുന്നുണ്ട്. എന്തുകൊണ്ട് നിങ്ങൾ മതം നോക്കി കരയുന്നു? ഇതൊരു ചോദ്യമല്ലേ? അത് മാത്രമേ നിങ്ങൾ കരയുന്നുള്ളൂ, നിങ്ങൾ വേറെ ഒന്നിടത്തും ചെയ്യുന്നില്ല. അതെന്തോ നോക്കുമ്പോൾ നിങ്ങൾ എന്തുകൊണ്ടാണ് അത് ചെയ്യിപ്പിക്കുന്നത് നമുക്കറിയാം. ഇത്തരത്തിലുള്ള പ്രഹരശേഷിയുള്ള സംഘങ്ങൾ പ്രത്യേകിച്ച് ഈ സാഹിത്യകാരന്മാർ അല്ലെ സോക്കോൾഡ് സാംസ്കാരിക നായന്മാർ, ദേ ആർ ഈസിലി ബോട്ട് ആൻഡ് സോൾഡ്.
അവർ സത്യം, ഈ കല എന്ന് പറയുന്നത് തന്നെ യഥാർത്ഥത്തിൽ സത്യമായ ഒരു ബന്ധമില്ലാത്തതാണ്. അതാണ് അതിന്റെ ബ്യൂട്ടി. കല കള്ളമാണ് എന്നുള്ളതാണ് അതിന്റെ ബ്യൂട്ടി. ശരിക്കും അതേപടി എഴുതി വെക്കാനും പറയാനും ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു കലാകാരന്റെ ആവശ്യമില്ല. വക്രോക്തിയാണ്, വളച്ചൊടിക്കലാണ് കലയുടെ അടിസ്ഥാനം എന്ന് പറയുന്നത്. അതിനകത്തൊരു തെറ്റുമില്ല. അതൊരു രസദായക പ്രക്രിയയാണ്, അതൊരു എന്റർടൈൻമെന്റ് ആണ്. അത് പഠിപ്പിക്കാനായിട്ട് ജനിച്ച പിറന്നു വീണ ഒരു അമ്മയൊന്നും അല്ല കല. അങ്ങനെയൊന്നും കലയ്ക്ക് യാതൊരു ഇത്. കല ഒരു സ്വതന്ത്രമായ ഒരു ആവിഷ്കാരമാണ്. അപ്പൊ അതിനകത്ത് സത്യം ഉണ്ടാവണം എന്നൊന്നും ആരും പറയുന്നില്ല. നിങ്ങൾ കള്ളം പറഞ്ഞോളൂ, പക്ഷെ അത് ഈ കലാകാരൻ സത്യം പറയുന്നു, പറഞ്ഞതെല്ലാം പ്രപഞ്ച സത്യങ്ങളാണ് എന്നുള്ള ധാരണ സമൂഹത്തിന് ഇല്ലാത്തിടത്തോളം കാലം കല ഒരു ദൂഷ്യവും ചെയ്യുന്നില്ല. ഇപ്പൊ ഹാരി പോട്ടർ എന്ന് പറയുന്ന ഒരു കൃതി നിങ്ങൾ ഉണ്ടാക്കുകയാണെങ്കിൽ ഹാരി പോട്ടർ ആയിക്കോളൂ. അത് സത്യമാണ് എന്ന് ആരും കരുതുന്നില്ലല്ലോ, വസ്തുതാപരമാണെന്നും ആരും കരുതുന്നില്ലല്ലോ. അപ്പൊ നിങ്ങൾ പറയുന്നതിന് അതിൻ്റെതായ ഒരു മാജിക് പോലെ പീപ്പിൾ ആർ ഗെറ്റിംഗ് ഫൂൾഡ് ആൻഡ് ദേ ലൈക്ക് ഇറ്റ്. അതാണ് കല. അതിനപ്പുറമുള്ള വാചാടോപങ്ങൾ, അതായത് ആത്മാർത്ഥമാണ്, സത്യസന്ധമാണ് അല്ല. ഈ കാപട്യങ്ങൾ പെട്ടെന്ന് തന്നെ ഈ യാഥാർത്ഥ്യമായിട്ട് യാതൊരു ചാൻസും ഇല്ല. ലൈക്ക് വെണ്ണത്തലയൻ വെയിലത്ത് നടക്കില്ല എന്ന് പറയുന്നു. വെണ്ണത്തലയാണെങ്കിൽ വലിയ ബുദ്ധിമുട്ടാണ്. ദാറ്റ്സ് ഓൾ. ഇങ്ങനെയൊക്കെ എനിക്ക് ഇങ്ങനെ ഒരാൾ അയച്ചെന്നാണ് പറയണമെന്ന് പറഞ്ഞുകൊണ്ട് പറയുകയാണ്. നത്തിങ് അഗെയിൻസ്റ്റ് ദ പേഴ്സൺ, ദ ഓൺലി